നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 4 ബുധനാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മനസ്സിനും ശരീരത്തിനും അല്പം സുഖക്കുറവ് അനുഭവപ്പെട്ടേക്കാവുന്ന ദിവസമാണിത്. ഗ്യാസ് ട്രബിൾ പോലുള്ള അസ്വസ്ഥതകൾ അലട്ടിയേക്കാം. വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടാകും. കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സാധാരണഗതിയിൽ എളുപ്പത്തിൽ തീരേണ്ട കാര്യങ്ങൾക്ക് പോലും ഇന്ന് കഠിന പരിശ്രമം ആവശ്യമായി വരും. വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതി ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ അവഗണിക്കാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുന്ന ദിവസമാണിത്. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അല്ലെങ്കിൽ അലങ്കാര വസ്തുക്കൾ കൈവരാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഐക്യം അനുഭവപ്പെടും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബാംഗങ്ങളുമായോ ജീവിത പങ്കാളിയുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ശത്രുദോഷം, നിയമപരമായ പരാജയങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ കരുതലോടെ നീങ്ങുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സർവ്വകാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. ദാമ്പത്യ ഐക്യം, രോഗശാന്തി, സാമ്പത്തിക ഉന്നതി എന്നിവ ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാനും ശത്രുക്കളെ അതിജീവിക്കാനും ഈ ദിവസം സഹായിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾക്കോ അപമാനത്തിനോ സാധ്യത കാണുന്നു. ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന ദിവസമാണിത്. ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരം ഉണ്ടാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സമാന ചിന്താഗതിയുള്ള വ്യക്തികളുമായി പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ അവസരം ലഭിക്കും. പുതിയ വാഹനം, വീട് അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി ചുവടുവെക്കാൻ സാധിക്കുന്ന അനുകൂല ദിവസമാണിത്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ശത്രുക്കളിൽ നിന്നുള്ള ദുരിതങ്ങളും രോഗപീഠകളും അലട്ടാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴി അനാവശ്യ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. കാര്യതടസ്സവും നിയമപരമായ കുരുക്കുകളും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ഓരോ നീക്കവും ശ്രദ്ധിച്ചു വേണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ ചെറിയ കലഹങ്ങൾക്കോ ബന്ധുക്കൾ തമ്മിലുള്ള വിരോധത്തിനോ സാധ്യതയുണ്ട്. ദമ്പതികൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും മത്സരബുദ്ധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. സ്വത്ത് സംബന്ധമായ കേസുകളിൽ പ്രതികൂല നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും അംഗീകാരവും ലഭിക്കും. എവിടെയും മാന്യതയും പ്രശസ്തിയും കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സമ്മാനങ്ങൾ ലഭിക്കാനും ദാമ്പത്യ സുഖത്തിനും സാധ്യതയുള്ള ദിവസമാണിത്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ബിസിനസ്സിൽ വലിയ പുരോഗതി കൈവരിക്കാനും സാധിക്കും. വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന കാലമാണിത്. സാമ്പത്തിക ലാഭം, ശരീരസുഖം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ എന്നിവ ഫലത്തിൽ വരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.